കറ്റക്കൂമ്പാരം അധ്യായം 2. സഹതപിപ്പാൻ കഴിവുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എബ്രായ ലേഖനക്കാരൻ വിശ്വാസ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉള്ളതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചൊല്ലുക. 4 അധ്യായം 14 മുതൽ 16 വരെ. ഇതിൻ്റെ പ്രധാന കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ ആകയാലാണ്. മാത്രമല്ല, അവൻ സാക്ഷാൽ ദൈവവും മനുഷ്യനുമായി സദാ ജീവിക്കുന്നു. ഒരു വ്യത്യാസം മാത്രം, തൻ്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് അവൻ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ എന്നതാണ്. ഹീ ഈസ് ദ വെരി ഗോഡ് ഓഫ് വെരി ഗോഡ് ആൻഡ് ദ വെരി മാൻ ഓഫ് വെരി മാൻ എന്നാണ് കർത്തൃദാസൻ C.H. സ്പർജൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹിമയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരേ സമയം ദൈവവും മനുഷ്യനുമായി നമുക്കായി ഈ ഭൂമിയിൽ അവൻ അവതരിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാത ശുശ്രൂഷ നമുക്കായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏതു സമയം കടന്നു ചെല്ലുന്നതിനായി നമ്മെ ധൈര്യപ്പെടുത്തുന്ന വസ്തുത. ക്രിസ്തു പാപരഹിതനായ ദൈവപുത്രനാണെന്ന് മാത്രമല്ല, അവൻ യഥാർത്ഥ മനുഷ്യനാണ്. ഇത് തെളിയിക്കുവാൻ എബ്രായ ലേഖനക്കാരൻ ശ്രമിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്തു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഉറച്ച നിലവിളി, കണ്ണുനീരോടുകൂടെ അപേക്ഷയും അഭയയാചനയും, ഇവയെല്ലാം ഗെത്സമന തോട്ടത്തിലെ അനുഭവങ്ങളാണ്. ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കുകയും പാപത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലാത്ത എല്ലാ മാനുഷിക വികാരങ്ങളുമുള്ള ആശ്രിതനായി ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവിടുത്തെ ജീവചര്യയാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത്. കാൽവരിയിൽ അവൻ എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയുന്നതായി നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 28. പ്രിയരെ, ദൈവമെന്ന അവസ്ഥയിൽ അവിടുന്ന് ദാഹിക്കുന്നവനോ വിശക്കുന്നവനോ അല്ല. എന്നാൽ ദാഹവും വിശപ്പുമുള്ള നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവം ദാഹിക്കുവാനും വിശക്കുവാനും കഴിവുള്ളവനായിരിക്കണം. അതിനാണ് അവൻ മനുഷ്യനായത്. ദൈവം മനുഷ്യനായവനാണ് ക്രിസ്തു. അവൻ നമുക്കെത്രയോ മതിയായവൻ, എത്ര നല്ലവൻ. പരേതനായ പുനലൂർ ചാക്കോച്ചൻ ഉപദേശിയെപ്പറ്റി എമ്മി ചെറിയാൻ സാർ ഇപ്രകാരം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു കടുത്ത പ്രമേഹ രോഗിയായിരുന്നു. ഒരിക്കൽ താൻ പുനലൂർ ബസ് സ്റ്റേഷനിൽ ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്ന്, ഞാനൊരു പ്രമേഹ രോഗിയാണ്, അയ്യോ വിശക്കുന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞു. അവൻ പ്രമേഹ രോഗിയാണെന്നും അവന് വിശക്കുന്നുവെന്നും കേട്ടപ്പോൾ ചാക്കോച്ചൻ ഉപദേശിയുടെ ഹൃദയം തകർന്നു. ഉടനെ 8 അണ എടുത്ത് കൊടുത്തു. ഒരു പ്രമേഹ രോഗിയുടെ വിശപ്പ് എത്ര ഭയങ്കരമായിരിക്കുമെന്ന് പ്രമേഹ രോഗിക്ക് അറിയുവാൻ കഴിയൂ. നമ്മുടെ രക്ഷിതാവും മനുഷ്യനായിരുന്നു, അപ്പോൾ തന്നെ സാക്ഷാൽ ദൈവവും. സ്വയം സമാന അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്ത ഒരാൾക്കും വാസ്തവത്തിൽ മറ്റുള്ളവരോട് സഹതപിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അതിനാൽ നാം അനുഭവിക്കുന്ന സഹിക്കുന്ന പരിശോധനകൾ മനസ്സിലാക്കുവാൻ അവിടുത്തേക്ക് കഴിയും. തിരുവെഴുത്തുകൾ കർത്താവിൻ്റെ പാപരഹിതമായ ജീവിതത്തെ വ്യക്തമാക്കുന്നത് അവൻ പാപമറിഞ്ഞിട്ടില്ല. 2 കൊരിന്ത്യർ 5:21. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22. അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 3 അധ്യായം 5 വാക്യം എന്നിങ്ങനെയാണ്. നാം അവനെപ്പോലെ ആയിത്തീരണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള ചേതോഹരമായ ഏകീഭാവം സുവിശേഷങ്ങളിലുടനീളം കാണാവുന്നതാണ്. ഗലീലക്കടലിൻ്റെ വിരിമാറിൽ ഇതിൻ്റെ അത്ഭുതാവഹമായ ഒരു ഉദാഹരണം കാണുന്നു. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുന്ന സന്ദർഭം സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ ഒരു അനർഘ പ്രദർശനം എന്ന നിലയിൽ അവിടുന്ന് അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്നു.
വളരെ പെട്ടെന്ന് കൊടുങ്കാറ്റിൽ അലയാഴി ഇളകി മറഞ്ഞു. ഇത് കണ്ട് ഭയന്ന ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മുങ്ങി മരിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ഇത് കേട്ടതും അവിടുന്ന് പെട്ടെന്ന് യഥാർത്ഥ മനുഷ്യത്വത്തിൽ നിന്നും ദൈവത്വത്തിൻ്റെ സകലവിധമായ മഹിമയിലേക്കും ഉയർന്നു. പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരി എന്ന തൻ്റെ അധികാരത്തിൽ കൊടുങ്കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവ തങ്ങളുടെ സൃഷ്ടാവിനെ അനുസരിച്ചു. അലയാഴി പ്രശാന്തമായി. ലേശമാത്രമായ തത്രപ്പാടോ തിടുക്കമോ പോലും കൂടാതെ അവൻ്റെ ദിവ്യത്വത്തിൻ്റെ സാധാരണ കൽപ്പനയായിരുന്നു അത്. ഒരു പ്രത്യേക സാഹചര്യത്തെയോ സന്ദർഭത്തെയോ നേരിടുവാനുള്ള തയ്യാറെടുപ്പും ഇവിടെയില്ല. തനി മനുഷ്യത്വത്തിൽ നിന്നും അവൻ്റെ അദൃശ്യഭാവമായ ദിവ്യത്വത്തിലേക്ക് അവൻ അനായാസം ഉയർന്നു. തൻ്റെ മനുഷ്യത്വത്തിൽ തലയിണ വെച്ചിറങ്ങുന്നത് പോലെ തന്നെ സ്വാഭാവികമായിരുന്നു തൻ്റെ ദൈവത്വത്തിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയതും. അതിനാൽ നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ നാം നേരിടുന്ന ഏത് ഓളങ്ങളെയും തിരമാലകളെയും മധ്യത്തിൽ നമുക്ക് ധൈര്യമായി പാടാം, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട് എന്ന്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ചു വരുന്ന സന്ദർഭമാണ് ലാസറിൻ്റെ ശവകൂടാരത്തിൽ. അവിടെ വെച്ച് അവൻ ഞരങ്ങി വിതുമ്പി കരഞ്ഞു, കണ്ണുനീർ വാർത്തു. സമ്പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ അത്യഗാധ തലത്തിൽ നിന്നും ഉയർന്നു വന്ന ഞരക്കവും ബാഷ്പധാരയുമായിരുന്നു അത്. എന്നാൽ പുനരുത്ഥാനവും ജീവനുമായി മരണപാതാളങ്ങളുടെ താക്കോൽ കൈവശമുള്ളവനായി ലാസറേ പുറത്തു വരിക എന്നു തൻ്റെ സമ്പൂർണ്ണ ദൈവഭാവത്തിൽ അവൻ ആജ്ഞാപിച്ചു. യജമാനൻ്റെ അധികാര ശബ്ദം കേട്ട് അനുസരിച്ചുകൊണ്ട് മരണവും പാതാളവും തങ്ങളുടെ ഇരുമ്പോടാമ്പലുകൾക്കുള്ളിൽ ബന്ധിതനായവനെ വിട്ടുകൊടുത്തു. പ്രിയരെ, ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ ഏകീഭവിച്ചിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെതും അനേക രംഗങ്ങൾ നമുക്കിനിയും ചിന്തിക്കുവാൻ സാധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സമ്പൂർണ്ണ സമ്മിശ്രിത മൂർത്തിയായി ദൈവവും മനുഷ്യനുമായവനെ നമ്മുടെ നിരന്തര ധ്യാന വിഷയമാക്കുന്നത് തീർച്ചയായും നമുക്ക് സന്തോഷ സന്ദായവും ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്നതുമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ ഏകീഭവിച്ചു കാണുന്ന ഈ ഭാവദ്വയത്തെ ആവോളം ആസ്വദിക്കുവാനും വിലമതിക്കുവാനും ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതാണ്. അതോടൊപ്പം കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി അതിധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. അവൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.